ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല. സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക്, എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. എടക്കരയിൽ തേനീച്ചയുടെ ആക്രമണത്തിൽ 3 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. കുത്തേറ്റ ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എടക്കര പായമ്പാടം സ്വദേശികളായ കാസിം കറുകത്തോട്ടത്തിൽ, സഹോദരനായ കുഞ്ഞാലി കറുകത്തോട്ടത്തിൽ, മൂത്തേടം കാരപ്പുറം മാങ്ങോട്ട് പീടിക അബ്ബാസ് എന്നിവർക്കാണ് തേനീച്ചകളുടെ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റത്. എടക്കര ഉദിരക്കുളത്ത് കമ്പിവേലിയുടെ പ്രവൃത്തി നടക്കുന്നതിനിടയിൽ രാവിലെ 8:30ഓടെയാണ് തേനീച്ചകളുടെ ആക്രമണമുണ്ടായത്. ആദ്യം അബ്ബാസിനാണ് കുത്തേറ്റത്. ഇത് തങ്ങളോട് പറയുന്നതിനിടയിൽ തേനീച്ചകൾ കൂട്ടത്തോടെ ആക്രമിക്കുകയായിരുന്നുവെന്ന് ആക്രമണത്തിൽ പരിക്കേറ്റ കുഞ്ഞാലി പറഞ്ഞു. തേനീച്ചകൾ പിന്നാലെ കൂടിയതോടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതിനിടയിൽ മുഖത്തും ശരീരമാസകലവും കുത്തേറ്റ് അബ്ബാസ് സ്ഥലത്ത് മയങ്ങി വീണു. സമീപത്തുണ്ടായിരുന്ന കാർ യാത്രക്കാരൻ ഇവരെ ആദ്യം എടക്കര സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലുമാണ് എത്തിച്ചത്. പരുന്ത് തേനീച്ചക്കൂട് ഇളക്കിയതാകാമെന്നാണ് ഇവർ പറയുന്നത്. പണിക്ക് എത്തുന്ന സമയത്താണ് എൻ്റെ കൂടെയുള്ള ഈച്ചങ്ങനെ ഓടിച്ചിട്ട് കുത്തുന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾ 3 ആൾ കുത്തി. അപ്പോൾ കുറച്ച് 2 ആൾക്ക് അതിൻ്റെ കുറച്ച് സീരിയസ് ആയി. നമ്മളൊരു കുറച്ച് കുത്തിയിട്ടുള്ളൂ. അപ്പോൾ അതിൽ അവിടെ നിന്ന് പോകുന്നതാണ്. പിന്നെ എത്ര നോക്കി കൂടി വർത്തമാനം സീരിയലായിട്ടൊന്നും പറയാറില്ല കാര്യങ്ങളൊന്നും. എങ്ങനെ രക്ഷപ്പെട്ടാൽ തൽക്കാലം ഒന്ന് ഓടി രക്ഷപ്പെട്ട് തന്നെയാണ്. പിന്നെ കുറേ കഴിഞ്ഞാൽ പിന്നെ പറിച്ച് ചെല്ലുമ്പോഴാണ് ഇവനെ മയങ്ങിയത്. കാരണം ഈച്ച കുത്തിയിട്ട് കൈ കെട്ട് വീണപ്പോൾ ഇവനെ എത്തുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ തൊട്ടടുത്ത് വണ്ടിയിട്ട് ഒരു കാറുണ്ടായിരുന്നു. അവർ എടുത്താണ്ട് പിന്നെ ഗ്രേസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് തൽക്കാലം അവിടെ തന്നെ ശുശ്രൂഷ നടത്തിയിട്ട് പിന്നെ വീണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയതാണ്.